ഹലോ ചങ്ങന്മാരെ, നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല വയർ ഏതാണെന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഞാൻ അന്ന് 3 കമ്പനീൻ്റെ വയറാണ് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. വി-ഗാർഡ്, RR, മിൽവെക്സ്. അപ്പോൾ ഇതിൻ്റെ കോപ്പറുകളുടെ എണ്ണം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വരാം. ഇതിലുള്ളത് പറഞ്ഞാൽ 10 വയറുണ്ട്, 1.5 ഉണ്ട്, 2.5 ഉണ്ട്, 40 ഉണ്ട്, 60 ഉണ്ട്. അതിൻ്റെ കോപ്പറുകളുടെ എണ്ണം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് 10 എല്ലാ കമ്പനിൻ്റെയും 10 നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ കോപ്പറിൻ്റെ എണ്ണം എത്രയാണെന്ന് നോക്കാം. ജസ്റ്റ് നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, വന്നു നമുക്ക് എണ്ണ കേട്ടോ. അങ്ങനെ 10 എണ്ണി കഴിഞ്ഞപ്പോൾ മിൽവെക്സ് 14, RR 14, വി-ഗാർഡ് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. വി-ഗാർഡിൻ്റെ 10 വയറിലെ 31 കോപ്പറാണ് കേട്ടോ എണ്ണീട്ട് കിട്ടിയത്. കോപ്പറിൻ്റെ എണ്ണം 31 ആണെങ്കിലും കറക്റ്റ് സെയിം ഗേജാണ് കേട്ടോ. എല്ലാ വയറും ഒരേ കട്ടിങ് കനമുള്ളൂ, അതിലൊന്നും വ്യത്യാസമില്ല കേട്ടോ. 1.5 22 കേട്ടോ വരുന്നത്. ബാക്കിയുള്ള വയറും നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കാം കേട്ടോ. 31, 32, 33, 34, 35, 36, 53, 54, 55, 56. ഏകദേശം എല്ലാം ഒരേപോലെ തന്നെയാണ് കണ്ടോ. 1.5 22, 22, 2.5 36, 36, 36 ഒക്കെ ഇതൊക്കെ റെഡിയാണ്. 40 അതേപോലെ 56 ആണ് കേട്ടോ. 6 84 കോപ്പറാണ് കേട്ടോ. പക്ഷേ ഒരു വ്യത്യാസം, ഈ വി-ഗാർഡിൻ്റെ ഇതുണ്ടല്ലേ 10 31 കോപ്പർ കിട്ടി. കട്ടി കുറഞ്ഞ കോപ്പറാണ് കേട്ടോ. കണ്ടോ, നൈസ് കോപ്പറാണ് ഇത്. നമുക്ക് വളരെ നൈസ് കോപ്പറാണ്. ഇതിപ്പോൾ പുതിയ ഇറങ്ങിയ വയർ ഇങ്ങനെയാണ്, ഒന്നും കൂടി ഫ്ലെക്സിബിലിറ്റി ആയിട്ട് ഇറങ്ങിയ വി-ഗാർഡിൻ്റെ വയറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തതാണ്, പഴയ ഒരു വയറുണ്ടായിരുന്നു വി-ഗാർഡിൻ്റെ. അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം. അതേപോലെ 10ൻ്റെ ഒരു പീസ് വയറുണ്ട്, വി-ഗാർഡിൻ്റെ വയറാണ്. 10ൽ എത്രയാണ് കോപ്പർ എന്ന് നമുക്ക് അതും കൂടി ഒന്ന് എണ്ണി നോക്കാം കേട്ടോ. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. അപ്പോൾ വി-ഗാർഡിലും നോർമലായിട്ട് 14നാണ് വരുന്നത്. പക്ഷേ ഫ്ലെക്സിബിളി കൂടിയതുകൊണ്ട് അത് 31 14 വയർ തന്നെയാണ്. അപ്പോൾ റെഡി ആണ് കേട്ടോ എല്ലാം. ഇനി നമുക്ക് 10ൽ എത്ര വയറുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. 10 കാണിച്ചു തരാം. ഒന്ന്, 2, 3, 4, 5, 6, 7 എടുത്തോ. 77, 78, 79, 80. 10ൽ 80 വയറുണ്ട്. പക്ഷേ ഈ കോപ്പർ നല്ല കട്ടിയുണ്ട് കേട്ടോ. 80 കോപ്പറാണ് 10ൽ വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഫയർ ടെസ്റ്റിങ് കൂടി നടത്തണം കേട്ടോ. സ്ലീവ് തീ കത്തിപ്പിടിക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. 3 കേബിളത്തിൽ 6ൻ്റെ വയറാണ് കേട്ടോ നമ്മൾ ഇതിങ്ങനെ കത്തിച്ച് നോക്കണേ. അപ്പോൾ ഇതൊന്ന് നോക്കാം, ഏത് സ്ലീവാണ് കൂടുതൽ നിൽക്കാൻ നമുക്ക് അറിയാം. നോക്കട്ടോ. വിൽവാക്സ് കത്തിപ്പിടിക്കണില്ല കേട്ടോ. ഉണ്ടോ, കരിഞ്ഞു പോവുകയാണ് വിൽവാക്സ്. ഇനി നമുക്ക് അടുത്ത RR നോക്കാം കേട്ടോ. RR വയർ കത്തിപ്പിടിക്കണില്ല കേട്ടോ. അത് ഇതേപോലെ കരിഞ്ഞിങ്ങനെ നിൽക്കണുള്ളൂ. ഇനി നമുക്ക് വി-ഗാർഡ് നോക്കാം. വി-ഗാർഡും കത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലായതേ 3 വയറും കുഴപ്പമില്ലാത്ത വയറാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ല വയർ മേടിക്കാം കേട്ടോ. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഒക്കെ സെയിം ആണ് നമുക്ക് കാണിക്കുന്നത്.
നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ടോളി. ഇതിലേറെ നല്ല വയറ് പോളിക്യാബ് ഉണ്ട്, ഫിനോലെക്സ് വയറൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. അതിൻ്റെയൊക്കെ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ടോളി, എന്നെ അറിയിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തോളി.